ഇന്ന് അൽഫാം കഴിക്കാൻ ഒരു വല്ലാത്തൊരു പൂതി തോന്നി. അപ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണോ വീട്ടിൽ ഉണ്ടാക്കണോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ ലാസ്റ്റ് അങ്ങ് തീരുമാനിച്ചു വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ രണ്ടൊരു ലെഗ് പീസ് വാങ്ങിയിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് കുത്തി എടുത്ത് അവിടെ വെക്കുക. അതിലേക്ക് നല്ലൊരു നമ്മുടെ അരപ്പെല്ലാം പിടിച്ച് വരണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പകുതി ക്യാപ്സിക്കം, പിന്നെ ഒരു പകുതി സവാളയും, പിന്നെ ഒരു തക്കാളിയും, കുറച്ച് മല്ലിയിലയും. പുതിനയില കയ്യിലില്ലായിരുന്നു, ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. അത്രയും വെച്ചിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് തൈര്, ഒരു 3 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ ഒരു പൊടിയും, പിന്നെ ഒറിഗാനയും, പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും, ഒരു ചെറിയ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഇത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് മാറ്റി വെച്ചിരുന്നില്ലേ പേസ്റ്റ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് അതിനെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല സുന്ദരി കുട്ടപ്പനായിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് മൂടി വയ്ക്കണം. എയറൊന്നും കയറാതെ മൂടി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് എടുത്ത് ഗ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു സാധനം വാങ്ങിയിട്ട് അങ്ങനെ കുറേ ദിവസമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരാൾ ആലോചിച്ചപ്പോഴാണ് ഞാൻ പിന്നെ ഇത് നമുക്ക് അൽഫാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇതാണ് ആ ഒരാൾ കേട്ടോ. ഓവൻ വാങ്ങി ഇങ്ങനെ ഇരിപ്പുണ്ട്, വല്ലപ്പോഴൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് അവിടെ ഒന്ന് സെറ്റ് ആവട്ടെ. 200 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സോസ് ഒന്നാക്കുക. കുറച്ച് ഓയിലിൽ കുറച്ച് ടൊമാറ്റോ സോസും വിനീഗറും ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് ഒന്ന് ഇതാക്കിയെടുത്ത് അപ്പോഴേക്കും നമ്മുടെ ഇത് റെഡിയായി വന്നപ്പോൾ അതിലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് ചെറിയ ഒരു പാനിൽ ഇതിനൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 സ്പൂണ് സൺഫ്ലവർ ഓയിലിൽ ഇതിനെ അപ്പുറവും ഇപ്പുറവും ഒന്ന് മറിച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പറ, ഇനി വീട്ടിലുണ്ടാക്കണോ ഹോട്ടലിൽ നിന്ന് വാങ്ങണോ?